പുറത്തുവന്നത് PPE കിറ്റ് വാങ്ങിയതിലെ തീവെട്ടിക്കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നും എക്സൈസ് വകുപ്പ് ഒരു കർവപ്പശുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നിങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിക്കും KK ശൈലജയ്ക്കും പങ്കെന്ന VD സതീശൻ, ഒരു അപാകതയുമില്ലെന്ന് തോമസ് ഐസക്. CAG രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJPക്കാര് ഈ രീതിയിൽ നശിപ്പിക്കാതിട്ടുള്ളത്? സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവർ തകർത്തുകൊണ്ടിരിക്കുക. ബ്രൂവറിയിൽ ഭരണ പ്രതിപക്ഷം നേർക്കുനേർ. ഒരു കമ്പനിക്ക് മാത്രം അനുമതി നൽകിയത് എന്തിനെന്ന് VD സതീശൻ. മന്ത്രിസഭാ തീരുമാനം ആർക്കു വേണ്ടിയെന്ന് രമേശ് ചെന്നിത്തല. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വെല്ലുവിളിച്ച MP രാജേഷ്. വാഴ്ത്തുപാട്ടുപാടി മുഖ്യമന്ത്രിയെ പരിഹസിച്ച് PC വിഷ്ണുനാഥ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കോടി ക്യൂക്കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. CPM പാർട്ടി ഓഫീസിൽ വെച്ച് കോൺഗ്രസുകാർ സഹായ വാഗ്ദാനം ചെയ്തത് കലാരാജു പറയുന്ന ദൃശ്യങ്ങൾ. ഇപ്പൊ എനിക്ക് 10 ലക്ഷം 20 ലക്ഷം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു വാഗ്ദാനങ്ങളും ഇല്ല. അവർ ബാങ്കിന്റെ എല്ലാം അവരുടെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ഭീഷണിപ്പെടുത്തിയെടുത്തിയ വീഡിയോ എന്ന കലാരാജു മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി. അതിരപ്പള്ളി ദൌത്യം അനിശ്ചിതത്വത്തിൽ മുറിവേറ്റാന കാണാമറയത്ത് കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന. വലിയ വെല്ലുവിളിയെന്ന് ഡോക്ടർ അരുൺ സക്രിയ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. ഒരു പവന് ചരിത്രത്തിലാദ്യമായി 60,000 കടന്നു. 3 ആഴ്ചക്കിടെ ഉയർന്നത് 3000 രൂപ. തകർച്ചയിൽ നിന്ന് കരകയറി ഓഹരി വിപണി. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് തുടക്കമാകുന്നു. ആദ്യ മത്സരം 7 മണി മുതൽ കൊൽക്കത്തയിൽ. സഞ്ജു സാംസൺ ഇറങ്ങും. മുഹമ്മദ് ഷമി മടങ്ങിയെത്തി. ഇംഗ്ലണ്ടിനെ നയിച്ച് ജോസ് ബട്ട്ലർ. വിശദമായി നോക്കാം. CAG റിപ്പോർട്ടിന് പിന്നാലെ PPE കിറ്റ് അഴിമതി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയെന്ന് തെളിഞ്ഞെന്ന് VD സതീശൻ പറഞ്ഞു. അഴിമതിയുടെ കൂടുതൽ തെളിവുകളും പുറത്തുവിട്ടു. PPE കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയും ഇല്ലെന്നായിരുന്നു മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിന്റെ പ്രതികരണം. പുരകത്തുമ്പോൾ വാഴവെട്ടുന്ന സമീപനമാണ് കോവിഡ് കാലത്ത് LDF ചെയ്തതെന്നായിരുന്നു PPE കിറ്റ് വിഷയം സഭയിൽ ഉന്നയിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. PPE കിറ്റ് അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞു. ശൈലജ ടീച്ചർ എപ്പോൾ പറഞ്ഞാലും പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്ന് പറയുന്നു. സാർ, മുഖ്യമന്ത്രി അറിഞ്ഞാൽ ഈ അഴിമതി ചെയ്യാമോ? അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ പ്രതിപക്ഷം പുറത്തുവിട്ടു. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്നറിയിച്ച് അനിത ടെക്സോൺ എന്ന കമ്പനി സർക്കാരിന് നൽകിയ കത്താണ് VD സതീശൻ പുറത്തുവിട്ടത്. ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ, സർക്കാരിന്റെ കയ്യിലിരിക്കുമ്പോൾ 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവര് PPE കിറ്റ് വാങ്ങിച്ചു. നഗ്നമായ അഴിമതിയാണ് നടന്നതെന്നും കോടതി സ്വമേധയാ കേസെടുക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും ഷാഫി പറമ്പിൽ. UDF നേതൃത്വം ആലോചിച്ച് ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. മനുഷ്യത്വരഹിതമായ കൊള്ളയാണ് CPM നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയതെന്നും ജനങ്ങളോട് പിണറായി വിജയനും KK ശൈലജയും കൃത്യമായ മറുപടി നൽകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. CAG റിപ്പോർട്ടിലെ കണ്ടെത്തലിന് പിന്നാലെ പ്രതിപക്ഷം വിഷയം സഭയിൽ ഉന്നയിച്ചിട്ടും ഭരണപക്ഷത്തു നിന്ന് ആരും മറുപടി പറഞ്ഞില്ല. PPE കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയുമില്ലെന്നായിരുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഐസക് പറഞ്ഞു. എമർജൻസി പർച്ചേസ് നടത്താൻ വേണ്ടി എമർജൻസി കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ കോവിഡ് അനുഭവം തെളിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ വൻ അഴിമതിയെന്ന നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രിക്ക് താൽപര്യമുള്ള കമ്പനിക്കാണ് അനുമതി നൽകിയത്. തെലങ്കാനയിലെ മുൻ സർക്കാരും കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് പദ്ധതിക്ക് അനുമതി നൽകാൻ കാരണമെന്നും സ്വജനപക്ഷപാതമാണ് ഇതിന് പിന്നിലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു.
ബ്രുവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ അഴിമതി ആരോപണം. കുടിവെള്ളക്ഷാമം നേരിടുന്ന പാലക്കാട് ആർക്കുവേണ്ടിയാണ് മന്ത്രിസഭ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പുതുശ്ശേരിയിലും അതോടൊപ്പം തന്നെ എലപ്പുള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു? തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവാണ് കമ്പനിക്ക് പിന്നിലെന്നായിരുന്നു നിയമസഭയുടെ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെന്നിത്തലയുടെ ആരോപണം. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെന്റ് ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട്. ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിന്റെ പിന്നിലുണ്ട്. അതിന്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും അവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഗവൺമെന്റും തമ്മിലൊരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഒരു പഠനവും നടത്താതെ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം അനുമതി നൽകിയത് എന്തിനായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച എക്സൈസ് മന്ത്രി എം പി രാജേഷ് സഭയിൽ വരാത്തത് മറുപടിയില്ലാത്തതുകൊണ്ടാണോ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കണ്ടില്ലേ. ഇന്ന് നിയമസഭ തുടങ്ങി, ഈ ആരോപണം ഉന്നയിച്ചില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. ഇന്നലെ എന്താ കാര്യം? ഒന്ന് മന്ത്രി പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയാണ്. എന്റെ മന്ത്രി ഈ അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ? ആ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഒന്ന് മറച്ചു നോക്കൂ. അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പാടില്ല, എഴുതി കൊടുത്തിട്ടേ ഉന്നയിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കും. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ദൂരെയാണ്. ഇന്ന് അദ്ദേഹം വന്ന് ഇന്ന് ഉന്നയിച്ചു. ഇന്നലെ ഉന്നയിക്കാത്തതുകൊണ്ട് ഇതില്ലെന്ന് അറ്റിപ്പോയെന്ന്. ഒരു മറുപടിയില്ല. അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ എക്സൈസ് മന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എം പി രാജേഷ് നാളെയും സഭയിലെത്താനിടയില്ല. നയപ്രഖ്യാപനത്തിന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറി പദ്ധതിക്കായി വെള്ളം നൽകുന്നതിനെ ന്യായീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാട്ടർ അതോറിറ്റിക്ക് നേരിട്ട് ഇതിൽ ഒരു ഇടപാടുമില്ലെന്നും ഒരു വ്യവസായ സംരംഭം വരുമ്പോൾ അതിനോട് നെഗറ്റീവായി ഇടപെടേണ്ട കാര്യമില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. വെട്ടിക്കുറച്ച് DA കുടിശ്ശിക നൽകണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF CPI അനുകൂല സർവീസ് സംഘടനകളുടെ പണിമുടക്ക് പൂർണ്ണം. CPM BJP അനുകൂല സർവീസ് സംഘടനകൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സമരത്തിൽ പങ്കുചേർന്നു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരത്തെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും അതിനെ തള്ളിക്കൊണ്ടാണ് സമരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലകളിൽ സിവിൽ സ്റ്റേഷനുകൾക്ക് മുൻപിലും സമരക്കാർ പ്രതിഷേധ ജാഥ നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക വെട്ടിക്കുറച്ചത് പിൻവലിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാണെന്നും സമരം ചെയ്യുന്ന സംഘടനകൾ അവകാശപ്പെട്ടു. സർക്കാർ ജീവനക്കാർ ഏതാണ്ട് 65% സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയിരിക്കുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനല്ലെന്നും ജീവനക്കാരുടെ ജീവിത സമരമാണിതെന്നുമായിരുന്നു ജോയിന്റ് കൌൺസിൽ നേതാക്കളുടെ പ്രതികരണം. അന്തരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ടാണ് മഞ്ജുഷ. നവീൻ ബാബുവും മഞ്ജുഷയും NGO യൂണിയൻ സജീവ പ്രവർത്തകരായിരുന്നു. ജീവനക്കാരുടെ പണിമുടക്ക് പല സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു. അതേസമയം സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്ക് ഓഫീസുകളിൽ പോലീസ് സംരക്ഷണം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ജീവനക്കാരുടെ സമരത്തെ ചൊല്ലി സഭയിൽ വാക്പോരും പ്രതിപക്ഷത്തിന്റെ രൂക്ഷ പരിഹാസവും. ജീവനക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും സർക്കാരിന് പൂർണ്ണ അവഗണനയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുമെന്നായിരുന്നു ധനമന്ത്രിയുടെ ഉറപ്പ്. നിയമസഭയിലും നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ട്. ആനുകൂല്യങ്ങൾ സർക്കാർ കവർന്നെടുക്കുന്നുവെന്നാരോപിച്ച് സർക്കാർ ജീവനക്കാർക്ക് പിന്തുണയുമായാണ് പ്രതിപക്ഷം നിയമസഭയിൽ റൂൾ 50 നോട്ടീസ് കൊണ്ടുവന്നത്. ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച PC വിഷ്ണുനാഥ് വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടി ക്യൂക്കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ
വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. സാറ് പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? രാജസദസ്സിലെ വിദൂഷകരോടാണ് വാഴ്ത്തുപാട്ടുകാരെ പ്രതിപക്ഷ നേതാവ് ഉപമിച്ചത്. ഒപ്പം മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശവും. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാഴ്ത്തുപാട്ടുമായിട്ട് വരിക. അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ നൽകുകയും അത് പിന്നീട് മറക്കുകയും ചെയ്യുന്ന UDFന്റെ ശൈലിയല്ല ഇടതുമുന്നണിക്കെന്ന് ധനമന്ത്രിയുടെ മറുപടി. പറഞ്ഞതിലും അപ്പുറം ജീവനക്കാർക്ക് ഇടതു സർക്കാർ നൽകും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയും സർക്കാർ ആലോചിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തതിന് ഈ സർക്കാർ മുന്നോട്ട് പോകും. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, അതിലധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ, ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത UDFനെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ പാർട്ടി ഓഫീസിനകത്ത് വെച്ച് കലാരാജു സംസാരിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് CPM. കോൺഗ്രസുമായി താൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് കലാരാജു ഈ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്. വീഡിയോ ചിത്രീകരിച്ച സാഹചര്യം പരിശോധിക്കണമെന്ന് UDFും കലാരാജു കോൺഗ്രസിന്റെ തടവിലാണെന്ന് CPMും ആരോപിച്ചു. സംഭവത്തിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. അപ്പൊ അതല്ല, ഇപ്പൊ എനിക്ക് 10 ലക്ഷം 20 ലക്ഷം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു വാഗ്ദാനങ്ങളും ഇല്ല. ഒരു വാഗ്ദാനവും ഇല്ലാതെ ചുമ്മാ അവരുടെ വണ്ടിയെ കയറി അവർ ബാങ്കിന്റെ ഒക്കെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. കലാരാജുവിനെ പാർട്ടി ഓഫീസിനകത്ത് വെച്ച് മർദ്ദിച്ച് അവശയാക്കി എന്നുള്ള വാദങ്ങളെ പ്രതിരോധിക്കുന്ന CPM രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് നടന്നതെന്ന് തങ്ങളുടെ ആരോപണങ്ങളെയും ഈ ദൃശ്യങ്ങളിലൂടെ ബലപ്പെടുത്തുകയും ചെയ്യുകയാണ്. കലാരാജു കോൺഗ്രസിന്റെ തടവിലാണെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ. ഞങ്ങൾ ഈ പറഞ്ഞ കേസിന്റെ ആര് തട്ടിക്കൊണ്ടുപോയതാണ്? അവരിപ്പോ കോൺഗ്രസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡിയിൽ നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതേസമയം കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാവരും കണ്ടതാണെന്നും ഇപ്പോൾ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അനൂപ് ജേക്കബ് MLA ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചുറ്റും ആൾക്കാർ നിന്ന് ഇവരൊക്കെ ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയതാണ്. കൂത്താട്ടുകുളം സംഭവത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. സമരത്തിന്റെ പേരിൽ കേസെടുത്താൽ വിരണ്ടു പോകില്ലെന്ന് ഷിയാസ് പ്രതികരിച്ചു. CPMന്റെ വാദമുഖങ്ങൾ അതെല്ലാം ഇന്ന് തകർന്നിരിക്കുകയാണ്. അതിൽ അസമാധാനമുണ്ടായ ആളുകളാണ് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കേസല്ലേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്കെതിരായി കേസുകൾ എടുക്കട്ടെ. അതേസമയം കൂത്താട്ടുകുളം സംഭവത്തിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. പാർട്ടി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. അതെ, കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി. ഏരിയ സെക്രട്ടറിയോടൊപ്പം അരുൺ അശോകൻ ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അരുൺ അശോകൻ, വിജയ് രഘു ആണ് കത്തി കാണിച്ചത്. പാർട്ടി ചുമതലയുള്ള ആളാണ്. അതെ, SFIയുടെ ചുമതലയുള്ള ഏരിയ പ്രസിഡന്റ് ആണ്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ CPM പ്രവർത്തകർ ഉപയോഗിച്ച നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തതിലാണ് നടപടി. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിക്കെതിരെ വിവരം കേട്ട പരാമർശവുമായി എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. പിണറായി അല്ല, പിണറായിയുടെ അപ്പൻ വന്നാലും ഭയപ്പെടുത്താനാകില്ലെന്നായിരുന്നു ഷിയാസിന്റെ പ്രതികരണം. സമരങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ കേസെടുക്കുന്ന വിഷയത്തിലായിരുന്നു പ്രതികരണം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയതിനാൽ 2 പേരെയും വിട്ടയച്ചു. നാളെ മുതൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യും. ഇന്നലെ ചോദ്യം ചെയ്യുന്നതിനിടെ ND അപ്പച്ചനെയും കൂട്ടി പോലീസ് DCC ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു. ആദ്യ ദിവസം ചോദ്യം ചെയ്യുന്നതിനിടെ KK ഗോപിനാഥന്റെ വീട്ടിൽ നിന്നും ചില രേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയൻ
മകൻ ജിജേഷ് എന്നിവരുടെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മരണത്തിന് ഉത്തരവാദികൾ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണെന്ന് വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. വിജയന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ബത്തേരി അർബൻ ബാങ്ക്, കാർഷിക ഗ്രാമവികസന ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. NM വിജയന്റെ ബാധ്യതകളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 വയനാട്. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. പാട്ടത്തിനെടുത്ത ഭൂമി പോക്കുവരവ് നടത്തി സ്വന്തം പേരിലേക്ക് മാറ്റി തട്ടിയെടുത്തെന്നാണ് പരാതി. ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. തീർത്തും അടിസ്ഥാനരഹിതമാണ്. അതിന്റെ വസ്തുത നാളെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ ഞാൻ കോടതിയിൽ നിന്ന് ഓപ്ഷനിലെടുത്തൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ പണം കൊടുത്ത് നാട്ടുകാരോട് വാങ്ങിയ പ്രോപ്പർട്ടിയല്ല. ആ പ്രോപ്പർട്ടി തന്നിരിക്കുന്നത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഡൽഹിയിൽ നിന്ന് ഓപ്ഷനിൽ പങ്കെടുത്ത് 2004-ലോ 2005-ലോ ആണത് വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ആ കോടതി എന്ത് അവകാശമാണ് തന്നത് ആ അവകാശം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് അടക്കം അത് വിശദീകരിക്കേണ്ട വിഷയമാണ്. KPCC രാഷ്ട്രീയകാര്യ സമിതി സംബന്ധിച്ച് നൽകിയ വാർത്തകൾ തെറ്റാണെന്ന് കേരള ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ജയസാധ്യതയുള്ള 63 സീറ്റ്, സംയുക്ത വാർത്താ സമ്മേളനം തുടങ്ങിയ വാർത്തകളൊക്കെ തെറ്റാണ്. യോഗത്തിൽ പങ്കെടുത്ത താൻ ഇതൊന്നും കേട്ടിട്ടില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പന് വേണ്ടിയുള്ള തെരച്ചിൽ 1-ാം ദിനം അവസാനിപ്പിച്ചു. രാവിലെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം കൊമ്പനടുത്തെത്തിയെങ്കിലും ആന വനത്തിനുള്ളിലേക്ക് കയറിയതോടെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നാളെയും തുടരും. ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഒരു തുരുത്തിലാണ് രാവിലെ ആനയെ കണ്ടത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം ആനയെ തുരുത്തിനു മുകളിലുള്ള റബ്ബർ പ്ലാന്റേഷനിൽ എത്തിക്കാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ ആന റബ്ബർ എസ്റ്റേറ്റുകൾക്ക് മുകളിലുള്ള ഉൾവനത്തിലേക്ക് നീങ്ങി. ഇടയ്ക്ക് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചവരെയും ആന ഓടിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഡ്രോൺ ഉപയോഗിച്ച് ആനയെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. തുടർന്ന് 5 മണിയോടെ ആദ്യ ദിന ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ ദൗത്യം അവസാനിച്ചിട്ടുണ്ട്. അപ്പം ആന റിസർവിനകത്ത് കയറിപ്പോയതിന് ശേഷം ആനയെ ട്രേസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നോക്കി, പക്ഷേ വേറെ ആനക്കൂട്ടമുള്ള കാരണം ഇതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇന്നത്തെ ദൗത്യം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ഇതാരംഭിക്കും. ഇല്ല, രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മസ്തകത്തിലെ മുറിവ് ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതാണെന്നാണ് വനംവകുപ്പിന്റെയും ഡോക്ടർമാരുടെയും നിഗമനം. ആനയെ സുരക്ഷിതമായ ഇടത്ത് വെച്ച് മയക്കുവെടി വെച്ച് മുറിവ് പരിശോധിച്ച് ചികിത്സ നൽകി അയക്കാനാണ് അധികൃതരുടെ നീക്കം. ദൗത്യം തുടരുന്ന സാഹചര്യത്തിൽ നാളെ അതിരപ്പള്ളി പ്ലാന്റേഷൻ 1-ാം ബ്ലോക്ക് മേഖലയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. ന്യൂസ് 18 തൃശൂർ. സമയം സന്ധ്യ ആകുമ്പോഴേക്കും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങും അതിരപ്പിള്ളി എണ്ണപ്പനത്തോട്ടങ്ങളിൽ. തീറ്റ തേടി നടക്കുന്ന ആനകളിൽ പലരും ഇടയ്ക്കിടെ കൊമ്പ് കോർക്കുകയും ചെയ്യുന്നുണ്ട്. അതിരപ്പിള്ളിയിൽ നിന്നും ന്യൂസ് 18 ക്യാമറാമാൻ KP ധനേഷ് പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. അതിരപ്പള്ളിയിലെ എണ്ണപ്പനത്തോട്ടങ്ങളിൽ ഇത്തരത്തിൽ വൈകുന്നേരമാകുമ്പോഴേക്കും ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നതും തമ്പടിക്കുന്നതും ഒക്കെ പതിവ് കാഴ്ചയാണ്. അത്തരത്തിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തിൽ പെട്ട 2 ആനകൾ കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ന്യൂസ് 18 ക്യാമറാമാൻ KP ധനേഷ് പകർത്തിയ ദൃശ്യങ്ങളാണിത്. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ ആശാ ദേവിയെ വീണ്ടും നിയമിച്ച് സർക്കാർ ഉത്തരവ്. നിലവിലെ DMO ഡോക്ടർ രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാറ്റി. DMO ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് ഇരുവരുടെയും മറുപടി കേട്ട ശേഷം തീരുമാനമറിയിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നടപടി.
കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പദവിക്ക് വേണ്ടി ആരോഗ്യവകുപ്പിലെ മുതിർന്ന 2 ഉദ്യോഗസ്ഥരുടെ കസേരകളിയിലൂടെ വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിലാണ് പുതിയ ട്വിസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് രണ്ടുപേരുടെയും ഭാഗം സർക്കാർ കേട്ടത്. കോഴിക്കോട് DMO ആയ രാജേന്ദ്രനെ തിരുവനന്തപുരം ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടറായാണ് സ്ഥലം മാറ്റിയത്. ഡോക്ടർ രാജേന്ദ്രന് നിലവിൽ കോഴിക്കോട് തുടരേണ്ടതായ സാഹചര്യമില്ലാത്തതിനാലും സീനിയറായ ഒരു ഡോക്ടറുടെ സേവനം തിരുവനന്തപുരത്ത് ആവശ്യമായതിനാലുമാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതെന്ന് ഉത്തരവിൽ പറയുന്നു. ഡോക്ടർ ആശാദേവി കോഴിക്കോട് നിയമനം വേണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. അവരുടെ മാതാപിതാക്കളുടെയും ഭർത്താവിന്റെയും ഗുരുതരമായ രോഗാവസ്ഥ കൂടി കണക്കിലെടുത്തും വിരമിക്കാൻ 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ എന്നത് പരിഗണിച്ചുമാണ് ഹോം സ്റ്റേഷനായ കോഴിക്കോട് ജില്ലയിൽ നിയമനം നൽകുന്നതെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. ഇതോടെ സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ പ്രശ്നത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണവിലയിൽ റെക്കോർഡ്. ഇന്ന് 1 പവൻ സ്വർണത്തിന് 600 രൂപ വർദ്ധിച്ച് 60,200 രൂപയായി. ജനുവരിയിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 75 രൂപ വർദ്ധിച്ച് 7,525 രൂപയും 1 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന് 86 രൂപ വർദ്ധിച്ച് 8,209 രൂപയുമായി. കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണത്തിന്റെ വില 59,600 രൂപയായിരുന്നു. ഇന്ന് ആദ്യമായാണ് സ്വർണ്ണവില 60,000 കടക്കുന്നത്. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. കൊലയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടേക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കഠിനംകുളത്തെ വാടക വീട്ടിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടന്ന് 1 ദിവസത്തിനു ശേഷവും പ്രതിയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരമില്ല. കൃത്യം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ ഇന്നലെ വൈകിട്ട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കണ്ടെത്തി. ഇതോടെ ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെട്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും എറണാകുളത്തും തെരച്ചിൽ നടത്തുന്നുണ്ട്. CCTVകളും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നു. പ്രതി എറണാകുളം സ്വദേശിയാണ്. യുവതിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയം. ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ കഠിനംകുളത്തെത്തിയതെന്ന് പോലീസ് പറയുന്നു. പെരുമാതുറയിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസം. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ വീട്ടിൽ നിന്നും അവസാനമായി പുറത്തുപോയത്. ഈ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ല. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ആതിരയുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്യും. പ്രതിയിൽ നിന്ന് വധഭീഷണിയുണ്ടായിരുന്നതായി ആതിര പറഞ്ഞിരുന്നുവെന്ന് ഭർത്താവ് മൊഴി നൽകിയതായാണ് സൂചന. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം പുത്തൻവേലിക്കരയിൽ 4 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ഒളിവിലുള്ള പ്രതിയെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതി CPM പ്രവർത്തകനാണെന്നും പാർട്ടിക്കാരനായതുകൊണ്ട് പ്രതിയെ സംരക്ഷിക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു VD സതീശന്റെ വിമർശനം. പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ അല്പം രാഷ്ട്രീയം കലർത്തിയെന്നും ആരും പ്രതിയെ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യവർഗ വോട്ടുകൾ ലക്ഷ്യം വെച്ച് ആം ആദ്മി പാർട്ടി. നികുതി ഭീകരതയുടെ ഇരകളാണ് മധ്യവർഗമെന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ബജറ്റിന് മുന്നോടിയായി 7 നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്രകടന പത്രിക കേന്ദ്രത്തിന് മുന്നിൽ വെച്ചു. ആദായ നികുതി ഇളവ് 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമാക്കുക, വിദ്യാഭ്യാസ ബജറ്റ് 2% നിന്ന് 10% ഉയർത്തുക, സ്വകാര്യ സ്കൂളുകളുടെ ഫീസ് നിയന്ത്രിക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. ആരോഗ്യ ഇൻഷുറൻസിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് സബ്സിഡിയും സ്കോളർഷിപ്പും നൽകണമെന്ന ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ BJP സർക്കാരിന് തിരിച്ചടി. N. ബിരേൻ സിംഗ് നയിക്കുന്ന BJP സർക്കാരിനുള്ള പിന്തുണ സഖ്യകക്ഷിയായ JDU പിൻവലിച്ചു. നിതീഷ് കുമാർ അധ്യക്ഷനായ JDUവിന് മണിപ്പൂർ നിയമസഭയിൽ ഒരംഗമാണുള്ളത്. JDUവിന്റെ ഈ നീക്കം സർക്കാരിന്റെ സ്ഥിരതയെ ബാധിക്കില്ലെങ്കിലും കേന്ദ്രത്തിലും ബീഹാറിലും BJPയുടെ പ്രധാന സഖ്യകക്ഷിയായ JDU ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വ്യക്തമായിട്ടില്ല. കോൺറാഡ് സാക്മ നിയന്ത്രിക്കുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടിയും നേരത്തെ മണിപ്പൂർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബംഗാൾ സർക്കാരിന്റെ അപ്പീലിൽ കൽക്കട്ട ഹൈക്കോടതി
തിങ്കളാഴ്ച വാദം കേൾക്കും. ജീവപര്യന്തം ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് വാദം. അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സിബിഐയും അറിയിച്ചു. സർക്കാർ നൽകിയ അപ്പീൽ നിലനിൽക്കില്ലെന്നാണ് സിബിഐയുടെ നിലപാട്. കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തമാണ് കൊൽക്കത്ത സീൽഡ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. പട്ടാപ്പകൽ കൊള്ളയും കൊലപാതകവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ നിർദ്ദേശം നൽകി കർണാടക സർക്കാർ. ആഭ്യന്തരമന്ത്രി DK ശിവകുമാറാണ് ഉന്നതതല യോഗത്തിന് പോലീസിന് നിർദ്ദേശം നൽകിയത്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വൻ കവർച്ചാ സംഘങ്ങൾ സംസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കർണാടകയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ പട്ടാപ്പകൽ കൊള്ളയും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ബംഗളൂരു ബീദറിൽ 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തി 94 ലക്ഷം രൂപ കവർ ചെയ്ത കേസിൽ പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. സംഭവത്തിന് പിന്നിൽ ഛത്തീസ്ഗഡ് സ്വദേശി മഹേഷും കൂട്ടാളിയുമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊള്ള നടത്തിയതിനു ശേഷം ഹൈദരാബാദിലെത്തിയ സംഘം ഒരു ട്രാവൽ ഏജൻസിയിലും വെടിവെപ്പ് നടത്തിയിരുന്നു. കർണാടകയിൽ നടുക്കിയ മറ്റൊരു ബാങ്ക് കൊള്ളയായിരുന്നു ഉള്ളാൾ സഹകരണ ബാങ്കിലേത്. ജീവനക്കാരെ തോക്കുചൂണ്ടി ബന്ദികളാക്കി 4 കോടി രൂപയുടെ സ്വർണവും പണവുമാണ് ഇവിടെ നിന്നും കവർന്നത്. കേസിൽ 3 പ്രതികളെ പിടികൂടാനും കവർച്ചാ മുതലിൽ പകുതി വീണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിനായി. എന്നാൽ കേസിലെ പ്രതി കണ്ണൻ മണിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ച് കടന്നുകളയാൻ ശ്രമമുണ്ടായതിനെ തുടർന്ന് വെടിവെച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായാണ് വിലയിരുത്തൽ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മൈസൂരുവിൽ മലയാളി വ്യവസായിയുടെ കാർ തടഞ്ഞ് 1.5 ലക്ഷത്തോളം രൂപയും വാഹനവും കവർന്നു. ഈ കേസിലും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. കർണാടകയിൽ ക്രമസമാധാന നില തകർന്നുവെന്നാരോപിച്ച് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ബംഗളൂരു. കർണാടകയിലെ യെല്ലാപുരയിൽ ട്രക്ക് മറിഞ്ഞ് 10 പേർക്ക് ദാരുണാന്ത്യം. സവനൂരിൽ നിന്ന് കുംട മാർക്കറ്റിലേക്ക് പച്ചക്കറിയുമായി പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. 15 പേർക്ക് പരിക്കേറ്റു. ട്രക്കിൽ 40 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ യെല്ലാപുര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ട്രെയിൻ അപകടത്തിൽ 6 പേർക്ക് ദാരുണാന്ത്യം. ട്രെയിൻ ബ്രേക്ക് ചെയ്യുന്നതിനിടെ പുഷ്പക് എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായെന്ന് ഭയന്ന് ട്രാക്കിലേക്ക് ചാടിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കോച്ചിൽ നിന്ന് പുറത്തിറങ്ങവേ കർണാടക എക്സ്പ്രസ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വിശദാംശങ്ങൾ. ആര്യ, മരണസംഖ്യ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഇപ്പോൾ 8 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 40ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം അതായത് വൈകിട്ട് 4 മണിയോട് കൂടിയായിരുന്നു ഒരു ദാരുണ സംഭവം ഉണ്ടായിരുന്നത്. അതായത് ഈ പുഷ്പക് എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് മറു ട്രാക്കിലേക്ക് എടുത്ത് ചാടുന്നത്. അതായത് ട്രെയിൻ ബ്രേക്ക് പചോരി സ്റ്റേഷനിൽ എടുത്തവേ ട്രെയിൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തീപ്പൊരി കൊണ്ടതായിട്ടുള്ള വിവരങ്ങൾ യാത്രക്കാർ നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭയന്ന് തീപിടുത്തം ഉണ്ടായി എന്ന് കരുതി യാത്രക്കാർ കോച്ചിൽ നിന്ന്, അതായത് 8, 9 തുടങ്ങിയ കോച്ചുകൾ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഭയന്ന് ട്രാക്കിലേക്ക് എടുത്ത് ചാടി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് മറു ട്രാക്കിലൂടെ വന്ന ബംഗളൂരു എക്സ്പ്രസ് തട്ടി ഇവർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ 8 പേർക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 40ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ദാരുണമായ സംഭവമാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത്. ജൽഗാവിലെ പചോരി സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. ട്രെയിൻ ആ സമയത്ത് ഈ പുഷ്പക് എക്സ്പ്രസ് വളരെ സ്പീഡ് കുറച്ചായിരുന്നു വന്നത്. സ്റ്റേഷനിൽ നിർത്തുന്ന ആ ഒരു വേളയിലായിരുന്നു ഇത്തരത്തിൽ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇത്തരത്തിലൊരു തീപ്പൊരി. അത് ബ്രേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തീപ്പൊരിയായിരുന്നു. പക്ഷേ അത് ട്രെയിന് തീപിടിച്ചതാണ് എന്ന് കരുതിയാണ് ഇവർ ട്രാക്കിലേക്ക് ഇറങ്ങിയതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് ആ ട്രാക്കിലൂടെ കടന്നു വന്ന ബംഗളൂരു എക്സ്പ്രസ് ആണ് ഇവരെ തട്ടി ഇവർക്ക് അപകടമുണ്ടാവുകയും 8 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. 40ഓളം പേര് ഗുരുതരമായി പരിക്കേറ്റ് സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിലെ ജൽഗാവിലാണ് ട്രെയിൻ അപകടമുണ്ടായത്. മരണസംഖ്യ ഇപ്പോൾ 8 ഉയർന്നിട്ടുണ്ട്. ഇനിയും നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് കൂടി. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിളക്കത്തിൽ ന്യൂസ് 18 കേരളം. സ്കൂൾ വിദ്യാർത്ഥിയെ അവതാരകനാക്കിയുള്ള
പാഠം 4 എന്ന പരിപാടിക്കാണ് പുരസ്കാരം. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന അദ്വൈത് എസിനാണ് പുരസ്കാരം. മാധ്യമരംഗത്ത് വളർന്നു വരേണ്ടതായ കുട്ടിക്കുള്ള അഭിനന്ദനമെന്ന് ജൂറി വിലയിരുത്തി. മന്ത്രി സജി ചെറിയാനാണ് 2023 ടെലിവിഷൻ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ തുടങ്ങും. മലയാളി താരം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയും ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും. സൂര്യകുമാർ യാദവ് നായകനായ ഇന്ത്യൻ ടീമിൽ 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമി കളിക്കാനിറങ്ങും. 5 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ടിനെ നയിക്കും. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7525 രൂപ, പവന് 60,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6205 രൂപ, പവന് 49,640 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ, കിലോഗ്രാമിന് 1,04,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. സുവി വിശ്വനാഥനെത്തും. നമസ്കാരം. ആലുവയിൽ